പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാവുകയാണ്. കോഡ് 110 രഹസ്യം വെളിപ്പെടുത്തി ഇറാന്റെ വിദേശകാര്യമന്ത്രി. ബുദ്ധിമോശത്തിന് അമേരിക്ക വലിയ വില നൽകേണ്ടി വരുമെന്ന താക്കീതാണ് നൽകിയിരിക്കുന്നത്. സംഘർഷം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ നേരിടേണ്ടി വരുന്നത് അല്ലെങ്കിൽ അത് നേരിടാനായി തന്നെ ഇറാൻ വലിയ രീതിയിലുള്ള മുൻകൂട്ടൽ അല്ലെങ്കിൽ മുൻകരുതലുകൾ അടിയന്തര പ്രതിരോധ പദ്ധതി തയ്യാറാക്കിയിരുന്നതായി തന്നെയാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുന്നതിനിടയിൽ തന്നെ അമേരിക്കയ്ക്കെതിരെ കടുത്ത മുന്നറിയിപ്പുമായി തന്നെയാണ് ഇറാൻ രംഗത്ത് വന്നത്. അതായത് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായാൽ നടപ്പിലാക്കാനായി തന്നെ കോഡ് 110 എന്ന പേരിൽ രഹസ്യ അടിയന്തര പ്രതിരോധ പദ്ധതി മുൻകൂട്ടി തയ്യാറാക്കിയിരുന്നു എന്നതാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു പദ്ധതി, അതായത് അറാഖ്ചി ഈ ഒരു പദ്ധതി വെളിപ്പെടുത്തിക്കൊണ്ട് ഖൊമേനി അവിടെ തന്നെ നേരിട്ട് അംഗീകരിച്ച ഈ പദ്ധതി പ്രകാരം ആക്രമണം ഉണ്ടായാൽ രാജ്യം എങ്ങനെ പ്രതികരിക്കണമെന്ന് സൈനിക സുരക്ഷാ സംവിധാനങ്ങൾക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വെളിപ്പെടുത്തൽ പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷത്തിന് പുതിയ മാനങ്ങൾ നൽകുന്നതാണ് എന്നതാണ് വിലയിരുത്തൽ. ഇതിനിടെ തന്നെ ഇറാനെതിരെ കൂടുതൽ ശക്തമായ ആക്രമണം ഉടൻ ഉണ്ടാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് രംഗത്ത് വന്നെങ്കിലും ഇതിന് മറുപടി നൽകിയിരിക്കുകയാണ് അറാഖ്ചി. ബുദ്ധിശൂന്യമായ ഒരു ആക്രമണത്തിന് അമേരിക്ക വലിയ വില നൽകേണ്ടി വരുമെന്നതാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. ഇതിനിടെ തന്നെ ഇറാനിലെ സുപ്രധാന സൈനിക തന്ത്രപരമായ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്ക 13ാം ദിവസവും വ്യോമാക്രമണം തുടരുകയാണ്. സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 കടത്തും. അത് വലിയ ആശങ്ക കൂടിയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സാഹചര്യം നിയന്ത്രണാതീതമായാൽ തന്നെ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും ഊർജ്ജ വിപണിക്കും ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അടുത്തിടെ ഉണ്ടായ സംഘർഷത്തിൽ നിന്ന് ഇറാൻ കൂടുതൽ കരുത്താർജിച്ചെന്നും ഹോർമൂസ് കടലിടുക്കിനെ തന്ത്രപ്രധാനമായ പ്രതിരോധ മാർഗമായി തന്നെ ഉപയോഗിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷി ലോകം ഇപ്പോൾ അംഗീകരിക്കുകയാണ് എന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറാന്റെ ആണവ പദ്ധതിയും യുറേനിയം സമ്പുഷ്ടീകരണവും അവിടെ വിൽപ്പനയ്ക്കുള്ളതല്ല എന്നും, അത് മാത്രമല്ല ഇറാനിയൻ ഡോക്യുമെന്ററി നിർമ്മാതാവ് ജാവേദ് യോഗുമായി തന്നെ നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യങ്ങൾ ഇവിടെ എടുത്തു സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നുവെന്നും അവരെല്ലാവരും ജീവിച്ചിരിപ്പുണ്ട് എന്ന് തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു എന്നതാണ് പറയുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിൽ എത്തിക്കൊണ്ട് ഏകദേശം 3 ദിവസത്തോളം അവിടെ ബാഹ്യലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിയേണ്ടി വന്നു. സഹപ്രവർത്തകരിൽ ആർക്ക് ജീവനോടെയുണ്ട്, കൊല്ലപ്പെട്ടു എന്ന് കണ്ടെത്താനായിരുന്നു ശ്രമം. യുദ്ധം തുടങ്ങി 3 ദിവസത്തിന് ശേഷമാണ് പ്രസിഡന്റിനെ കാണാൻ സാധിച്ചത്. 6ാം ദിവസം സുരക്ഷിതമായ ഒരിടത്ത് വെച്ച് തന്നെ നടന്ന ഉന്നതതല യോഗത്തിൽ പങ്കെടുത്ത 3 പ്രമുഖ നേതാക്കൾ പിന്നീട് കൊല്ലപ്പെട്ടുവെന്നും അദ്ദേഹം ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. സൈനിക സമ്മർദ്ദങ്ങൾക്കോ പ്രതിഫലനങ്ങൾക്കോ വഴങ്ങിക്കൊണ്ട് രാജ്യം യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതി ഉപേക്ഷിക്കില്ല എന്നും ഇവിടെ വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തങ്ങളുടെ ആണവ പദ്ധതി വിൽപ്പനയ്ക്കുള്ളതല്ല എന്നും വിദേശ രാജ്യങ്ങൾ നൽകുന്ന യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും ഇതിന് പകരമാകില്ല എന്നും അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാക്കിയിട്ടും ഇറാന്റെ നിലപാടുകളിൽ മാറ്റമില്ല എന്നതും ഇവിടെ ആവർത്തിച്ചു പറയുന്നുണ്ട്. ഭീഷണികൾക്കോ മറ്റു വാഗ്ദാനങ്ങൾക്കോ ഇറാനെ കീഴടക്കാനാകില്ല. പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ വൈദ്യുത നിലയങ്ങൾക്കോ അത് നിർമ്മിച്ചു നൽകണമെന്ന പ്രലോഭനങ്ങൾക്ക് ഇറാൻ വഴങ്ങില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 20 വർഷമായി ജനങ്ങൾ ഇവിടെ ഉപരോധങ്ങൾ സഹിച്ചും ആണവ ശാസ്ത്രജ്ഞർ രക്തം ചീന്തിയുമാണ് ഈ പദ്ധതി കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഇറാന് ഭയമില്ല, ഭയമുള്ളവരെ മാത്രമേ ഭീഷണിപ്പെടുത്താൻ സാധിക്കൂ എന്നതായിരുന്നു അറാഖ്ചിയുടെ വെളിപ്പെടുത്തൽ. ഹോർമുസ് എന്ന ആണവായുധം നിലവിലെ സംഘർഷങ്ങളിലൂടെ തന്നെ ഇറാൻ തന്ത്രപരമായി തന്നെ കൂടുതൽ ശക്തമായ നിലയിലേക്ക് എത്തിയെന്നും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ തന്ത്രപ്രധാന ആയുധമെന്നും അറാഖ്ചി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറാന്റെ ഏറ്റവും വലിയ തന്ത്രപ്രധാനമായ ആയുധം ആണവായുധമല്ല എന്നും മറിച്ച് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സമുദ്ര വ്യാപാരത്തെ സ്വാധീനിക്കാനുള്ള ശേഷിയാണ് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ വലിയൊരു രീതിയിൽ, അതായത് വലിയൊരു ആക്രമണം അവിടെ അമേരിക്കയിൽ നടത്താൻ പാകത്തിനാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.